മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന ഈ ആനയുടെ ഉടമ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. വേറെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതല്ല. ആന രാവിലെ അവര് എന്നും കൊണ്ടുപോകുന്ന ആനയെ അവര് കഴുവാനായിട്ട് കൊണ്ടുചേർന്ന് തോട്ടിൽ അവിടെ കുളത്തിൽ ഇറക്കാനായിട്ട് എന്നുകൊണ്ടാണ് ആനയ്ക്ക് ചങ്ങല ഉണ്ടായിരുന്നെങ്കിൽ പോലും ആനയെ പുള്ളി ബന്ധോസിലല്ലായിരുന്നു. എന്തോ ഭഗവാൻ ആനയ്ക്ക് എന്തോ ഏതാ രീതിയിൽ മാറി. ബാക്കി എനിക്ക് തീ എന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. ആന അങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെങ്കിലും വല്ല വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആന 12 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഈ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. സൗമ്യനാണ്. അതുകൊണ്ട് അവരും അത്ര ഗൗനിച്ചില്ല ആയിരിക്കും. ആന ഒന്നാം പാപ്പാന തട്ടിക്കളഞ്ഞിട്ട് കൂടെ വന്ന ആനയുടെ കൂടെ നിൽക്കുന്ന ആനയെ ലാറി കൊണ്ടുപോകുന്ന ഡ്രൈവറുമാണ്, ആനയുടെ സഹായിയുമാണ്. അയാളാണ് ആന ഉപദ്രവിച്ചത്. പാട്ടത്തിൽ കൊടുത്തിരിക്കുക. കൊടുവനുള്ള സൗരവം എന്ന് പറഞ്ഞൊരു പാട്ടിൽ കൊടുത്തിരിക്കുക. എന്താണ് സംഭവിച്ചതെന്നതിൽ ഇപ്പോഴും രാശിക്കുഴപ്പമുണ്ട്. എന്താണ് ആ പ്രകോപനത്തിന് കാരണമെന്നുള്ളതിൽ വ്യക്തതയില്ല. സൗമ്യനായിട്ടുള്ള ആനയാണ്, പതിവായിട്ട് ഉത്സവങ്ങളിലൊക്കെ തിരുമ്പേറ്റാനൊക്കെ പോകുന്ന ആനയാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗൗനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ആ ഉടമ പറയുന്നത്. ഡാനി, ഇപ്പോൾ ആ ഉടമ സൂചിപ്പിച്ചതുപോലെ പ്രശ്നക്കാരനല്ല അവൻ. പക്ഷേ ഇന്നെന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ അതിലൊരു വ്യക്തത വരണം. അത് പക്ഷേ ചൂടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാകാം. ഇനി മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്നുള്ളതൊക്കെ അന്വേഷിക്കട്ടെ. ഈ ചികിത്സയിലുള്ള പപ്പാൻ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലിയ ഗൗരവമുള്ള പരിക്കല്ല എന്നല്ലേ ആദ്യം ആ ദൃക്സാക്ഷി പറഞ്ഞത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലല്ലോ അല്ലേ? നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാന്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാര്യമായ വിഷയങ്ങളിൽ വന്നിട്ടില്ല എന്ന് പറയുന്നു. എങ്കിൽ കൂടി തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിവരമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് നട്ടെല്ലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ്. മറ്റ് ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ സ്ഥലത്തെത്തിയ റോജിയം ജോൺ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ആരോഗ്യസ്ഥിതി സംബന്ധിയായ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ കൂടി വരാനുണ്ട്. ഏതായാലും ഇവിടെ വരാനുണ്ട്. ഏതായാലും വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ ആനയെ അടക്കം തളച്ചത്. പേരെങ്ങനെയാണ്? എന്റെ പേര് ബിനു. ഇവിടെ വീട് കാലടിയിലാണ്. പക്ഷെ ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വലിയ പണിപ്പെട്ടാണ് ഇതിന് തിളയ്ക്കുന്നത്. അതെ. അത്യാവശ്യം റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഒരാളങ്ങനെ ചെയ്ത് നിൽക്കണ ആനയല്ലേ. അപ്പൊ അതിനെ തിളയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. പിന്നെ സാധാരണ ആനകൾ ചാർജ് ചെയ്യണ കണ്ട ഡബിൾ ആയിട്ടാണ് ആന ചാർജ് ചെയ്ത് നിൽക്കുന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇത് അങ്ങനെ പ്രശ്നമുള്ള ഒരു ആനയല്ല. നമ്മള് ഇപ്പൊ തൃശ്ശൂർ പൂരം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വന്ന ആനയാണ്. അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്താ സംഭവം അറിയില്ല. ബിനു അടക്കമുള്ളവർ ചേർന്നാണ് ഈ ആനയെ തളയ്ക്കുന്നത്. മുൻപന്തിയിലുണ്ടായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളെല്ലാം കാണുകയായിരുന്നു. ഇതിൽ ഈ മയക്കുവെടി ഏറ്റിട്ടും അത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. മയക്കുവെടി കൊണ്ടിട്ടും ആന സാധാരണ മയങ്ങേണ്ട സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും ആന മയങ്ങണില്ല. എന്നാ ആന ഫുള്ളായിട്ട് ചാർജ് ചെയ്യണില്ല. അന്ന പകുതി മയക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിന് പകുതി മയക്കത്തിലാണ്. പക്ഷെ നമ്മളിവിടെ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. അല്ല പ്രശ്നക്കാരനായിട്ടുള്ള ആനകളാണെന്നുണ്ടെങ്കിൽ പിടിക്കത്ര പാടില്ല. നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആനയാണെങ്കിൽ പിടിക്കത്ര പാടില്ല. ചൂടും ഒരു കാരണം തന്നെയാണ്. കാരണം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പൊക്കെ 18 ഡിഗ്രി 20 ഡിഗ്രിയൊക്കെ അല്ലേ ചൂടുണ്ടായിരുന്നത്. ഇപ്പൊ ചൂട് ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത നടപടി ഉദ്യോഗസ്ഥർ പറഞ്ഞോ? ഇത് സാർമാര് പറഞ്ഞേക്കണെന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടുന്ന് മാറ്റണമല്ലോ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനേനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ഇതിന്റെ സ്ഥലമുണ്ട്. സ്ഥലം അതെവിടെയാണ് അവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇതിനെ എത്തിച്ച് ബാക്കി ബന്ധുക്കളും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഞങ്ങൾ പോവുള്ളൂ. നമ്മുടെ ടീമുണ്ട്, സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഗിരിദാസ് സാറിന്റെ എലിഫന്റ് ടാസ്ക് ഫോഴ്സ് എന്നാണ്, SPC എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാനും അതിൽ ഇപ്പൊ ആനക്കാരനായിട്ട് ഞാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പിള്ളേരുകളെല്ലാം ഇപ്പൊ ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ലല്ലോ. പിന്നെ നമ്മള് ഈ പല സ്ഥലങ്ങളിലും ഈ ആനയെ അങ്ങനെ നമ്മൾ ആനയെ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് നിൽക്കുന്ന ഒരു ആനയല്ല നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഇത്ര റിസ്ക് ആയിട്ട് നിൽക്കുന്ന ആനയെ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആനയെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പേരിൽ കേസും കാര്യങ്ങളും വരുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ കഴിഞ്ഞ ചാലക്കുടിയിൽ അങ്ങനെ ഒരു ഇതുണ്ടായി.
ഒരാനയെ പിടിക്കാൻ പോയതിനു ശേഷം നമ്മൾ ഇത്ര ആൾക്കാരുടെ ജീവനും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ സ്വത്തിനും വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടി വരുന്നത്. ഞങ്ങൾക്കൊന്നും ഇതിന് വന്നിട്ട് കുറെ കാശ് കിട്ടിയിട്ടല്ല വരുന്നത്. പക്ഷെ ഇത്ര ഒരാളെ ചെയ്തു, ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് അറിയുമ്പോഴാണ് ഞങ്ങൾ ഈ ഓടി പഠിച്ച് വരുന്നത്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടിയിൽ പോയതിന് എന്റെ പേരിൽ കേസാ. അദ്ദേഹം പറയുന്നത് അവർ അഭിമുഖീകരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്, അതുകൂടി അദ്ദേഹം അഡ്രസ് ചെയ്യുകയായിരുന്നു. ബിനു ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമാണ്, അവരടങ്ങുന്ന ഒരു സംഘമാണ് വളരെ പെട്ടെന്ന് വരികയും ഈ ഒരു അതീവ ദുഷ്കരവും അപകടകരവുമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് വളച്ച് കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു മൃഗമൊന്നുമില്ലല്ലോ ആന. അതുകൊണ്ട് ഈ മയക്കുവെടി ഏറ്റിട്ട് പോലും അതിനടുത്തേക്ക് പോകാനായിട്ട് വളരെയധികം സമയമെടുത്തു. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. അതിനടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഒന്നാം വടം കെട്ടുമ്പോൾ പോലും ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്നു. അതൊരിക്കലും ഒരു അനുസരണയിലേക്കോ അല്ലെങ്കിൽ ഒന്ന് അടങ്ങി നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്കോ ഒന്നും തന്നെ ആയിരുന്നില്ല ആന ഉണ്ടായിരുന്നത്. അത് കുതറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റുപാടുമുള്ളവർക്ക് ഭീതി നിറയ്ക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇവരടങ്ങുന്ന ഒരു സംഘം വളരെ ധൈര്യപൂർവ്വം ചെന്നുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ആനയെ വളരെ പെട്ടെന്ന് ബന്ധിപ്പിച്ച് നിർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നത്. എന്തായാലും ചൂട് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ ചൂടടക്കമുള്ള വസ്തുതകൾ ഇതിനൊപ്പം തന്നെയുണ്ട്. ഈ മൃഗങ്ങൾ ഇവർക്കെല്ലാം തന്നെ ഇതിന്റെ എല്ലാം തന്നെ വൈഷമ്യങ്ങൾ അത് പല രീതിയിൽ പ്രകടിപ്പിക്കും. അത് ഇതിനും കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ളത് വിദഗ്ധർ തന്നെയാണ് പരിശോധിച്ച പറയേണ്ടത്. മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന കൊമ്പനാണ് ഇത്തരത്തിൽ ഇന്ന് ഇടഞ്ഞത്, വിരണ്ടോടിയത്. ഒന്നാം പാപ്പാന് പരിക്കേറ്റ് ചികിത്സയിലാണ്. ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.